ഈ വർഷം സെപ്റ്റംബർ സംഘപരിവാറിന് ഏറ്റവും നിർണായകമായ മാസമാണ്. 3 പ്രധാന സന്ദർഭങ്ങൾ അവരെ ഈ സെപ്റ്റംബറിൽ കാത്തിരിക്കുന്നു. BJPക്ക് ഒറ്റയ്ക്ക് കൈനിറയ ഭൂരിപക്ഷത്തോടെ കേന്ദ്രത്തിൽ അധികാരത്തിൽ ഇരുന്നു കൊണ്ട് ആഘോഷിക്കാൻ അവർ ആഗ്രഹിച്ചതാണ് ഈ സന്ദർഭങ്ങൾ. പക്ഷേ ഇന്ത്യൻ വോട്ടർമാർ അത് തടഞ്ഞു. എന്നാലും സംഘടന എന്തിനു വേണ്ടിയുള്ളതാണോ ആ ഉദ്ദേശ ലക്ഷ്യങ്ങൾ നിറവേറ്റുമെന്ന പ്രതിജ്ഞ RSSന് പുതുക്കിയേ തീരൂ. നമുക്ക് നോക്കാം ഏതൊക്കെയാണ് സെപ്റ്റംബറിലെ ആ സവിശേഷ തീയതികൾ. ആദ്യത്തെ തീയതി സെപ്റ്റംബർ 11. RSS സർസംഘചാലക് മോഹൻ ഭാഗവത്തിന് അന്ന് 75 വയസ്സ് തികയുകയാണ്. MS ഗോൾവാൾക്കറും ദത്താത്രേയ ദേവർസും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വർഷം സർസംഘചാലക് പദവിയിലിരിക്കുന്ന ആളാണ് ഭാഗവത്. ഇപ്പോൾ തന്നെ 16 വർഷം പിന്നിട്ടു. BJP ഏറ്റവും കൂടുതൽ കാലം ഭരണത്തിലിരുത്തുന്ന RSS തലവൻ്റെ ജന്മദിനം അവർക്കൊരു നാഴികക്കല്ലാണ് തീർച്ചയായിട്ടും. ഈ തീയതിക്ക് കൂടുതൽ പ്രാധാന്യം വരുന്നത് ഭാഗവത് തന്നെ ഈയിടെ നടത്തിയ ഒരു പരാമർശം കൊണ്ടാണ്. RSS ബുദ്ധിജീവിയായിരുന്ന മോറോപാന്ത് പിംഗലയെക്കുറിച്ചുള്ള പുസ്തക പ്രകാശനമായിരുന്നു വേദി. നാഗ്പൂരിൽ തന്നെ. മോറോപാന്ത് പിംഗലയ്ക്ക് 75 വയസ്സായപ്പോൾ അദ്ദേഹത്തെ ആദരിച്ച ചടങ്ങിൽ പിംഗലെ പറഞ്ഞ ചില കാര്യങ്ങൾ ഭാഗവത് അനുസ്മരിച്ചു. അതിങ്ങനെയാണ്: 75ാമത്തെ വയസ്സിൽ നിങ്ങളെ ആരെങ്കിലും ഷാൾ പുതപ്പിച്ചാൽ അതിനർത്ഥം നിങ്ങൾക്ക് വയസ്സായിരിക്കുന്നു. ഇനി നിർത്താം, മാറി നിൽക്കൂ, മറ്റുള്ളവർ കടന്നു വരട്ടെ എന്നാണ്. എന്തിനായിരുന്നു ഈ പരാമർശം എന്ന ചോദ്യം വ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ടു. മോഹൻ ഭാഗവതിന് വിരമിക്കാനാണോ അതോ നരേന്ദ്രമോദിക്ക് വിരമിക്കാനാണോ? അതിന് കാരണമുണ്ട്, അങ്ങനെ ചിന്തിക്കാൻ കാരണമുണ്ട്. അതാണ് സെപ്റ്റംബർ മാസത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട തീയതി, സെപ്റ്റംബർ 17. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് 75 വയസ്സ് തികയുന്നു. നരേന്ദ്രമോദി വിരമിക്കുമോ എന്ന ചോദ്യം അതുകൊണ്ട് തന്നെ അന്തരീക്ഷത്തിൽ നിറഞ്ഞു. സത്യത്തിൽ തനിക്ക് വിരമിക്കാനോ മോദിക്ക് വിരമിക്കാനോ 75 വയസ്സാണ് ശരിയായ സമയമെന്ന് മോഹൻ ഭാഗവത് പറഞ്ഞിട്ടില്ല, പറയുന്നില്ല, ഇനിയും പറയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാനും വയ്യ. പക്ഷേ പിംഗലയെ ഉദ്ധരിച്ച് അങ്ങനെ ചെയ്യുന്നത് നല്ലതാണെന്ന് ഭാഗവത് ഓർമ്മിപ്പിക്കുന്നുണ്ട് എന്ന് ഉറപ്പാണ്. അപ്പോൾ എന്താണ് ഇതിൻ്റെ രാഷ്ട്രീയ ധ്വനി? അതാണ് മൂന്നാമത്തെ സുപ്രധാന തീയതിയിലേക്ക് നമ്മളെ എത്തിക്കുക. അതിലേക്ക് നമുക്ക് വരാം. അതിനു മുമ്പ് അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഈ 75 വയസ്സ് വിരമിക്കാനുള്ളതാണെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. RSSൻ്റെയോ BJPയുടെയോ ഭരണഘടനയിൽ അത് പറഞ്ഞിട്ടില്ല. മറ്റാരെങ്കിലും തന്നെ അങ്ങനെ ഒരു ചട്ടം അടിച്ചേൽപ്പിച്ചിട്ടുമില്ല. വാക്കാൽ പോലും ആരും അതൊരു നിയമമായി കണ്ടിട്ടുമില്ല. പക്ഷേ എന്തുകൊണ്ടാണ് ഈ 75 വയസ്സ് വിരമിക്കൽ പ്രായമാണ് എന്നൊരു തോന്നലിലേക്ക് വന്നത് എന്ന് ചോദിച്ചാൽ, മുതിർന്ന നേതാക്കളായ LK അദ്വാനി, മുരളി മനോഹർ ജോഷി, ഈ 2 നേതാക്കൾ ഇപ്പോൾ സജീവമായി രാഷ്ട്രീയത്തിലില്ല, നമുക്കറിയാം. നരേന്ദ്രമോദി അധികാരത്തിലെത്തിയ ശേഷം 75 വയസ്സ് തികയുന്നു എന്ന കാരണത്താൽ രണ്ടുപേരെയും സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് മാറ്റി നിർത്തുകയാണ് ചെയ്തത് എന്ന് വേണമെങ്കിൽ പറയാം. അവരെ പ്രധാന ചുമതലകളിൽ നിന്ന് മാറ്റി മാർഗദർശക് മണ്ഡലിലേക്ക് മാറ്റി. അതായത് ചില മാർഗനിർദ്ദേശങ്ങൾ നൽകാൻ കഴിയുമെങ്കിൽ അത് ചെയ്തോളൂ എന്ന് മാത്രം. ഈ പരിപാടി പക്ഷേ അതേപടി ആവർത്തിക്കുമെന്നൊന്നും ആരും പ്രതീക്ഷിക്കുന്നില്ല. അതായത് ഇനിയും ചില നേതാക്കൾ, അതിനുശേഷവും അങ്ങനെ നേതാക്കളെ മാറ്റി നിർത്തിയിട്ടില്ല, ഇനിയും ചില നേതാക്കളെ അങ്ങനെ മാറ്റി നിർത്തുമെന്ന് പ്രതീക്ഷിക്കുന്നുമില്ല. പക്ഷേ നരേന്ദ്രമോദിയുടെ ആ സമീപനം അത് ഒരു പ്രധാന സൂചനയാണ്. നരേന്ദ്രമോദിയെ മനസ്സിലാക്കുന്ന, നരേന്ദ്രമോദിയുടെ ഉള്ളിലിരിപ്പ് അറിയുന്ന ചിലർക്കെങ്കിലും മനസ്സിലാക്കാൻ കഴിയുന്ന ചില കാര്യങ്ങളുണ്ട്. അത് ഇങ്ങനെ അദ്വാനിയെയും മുരളി മനോഹർ ജോഷിയെയും മറ്റും മാറ്റി നിർത്തുന്നത് വെറുതെ അല്ല. LK അദ്വാനി അദ്ദേഹത്തിൻ്റെ ഗുരുവാണ്, രാഷ്ട്രീയത്തിലെ ഗുരുവായിരുന്നു. പണ്ട് രഥയാത്ര നടത്തുന്ന സമയത്ത് ഓരോ കേന്ദ്രങ്ങളിലും അതിന് സ്വീകരണം നൽകാനും അതിനെ മുന്നോട്ട് നയിക്കുന്നതിനുമൊക്കെയുള്ള പ്രധാന സംഘാടകനായി ഉണ്ടായിരുന്നത് നരേന്ദ്രമോദിയാണ്. ആ നരേന്ദ്രമോദിയാണ് പ്രധാനമന്ത്രി പദത്തിലെത്തിയപ്പോൾ തൻ്റെ ഗുരുവായ LK അദ്വാനിയെ ഇതുപോലൊരു ഉപദേശക സ്ഥാനത്തേക്ക് തള്ളിക്കളയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ചില ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യങ്ങൾ ഉള്ള നരേന്ദ്രമോദിയെ വളരെ കാലം BJPയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി കാണാൻ RSS തയ്യാറാകുന്നുണ്ടോ? അല്ലെങ്കിൽ നിലവിലുള്ള സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് അത് ആഗ്രഹിക്കുന്നുണ്ടോ എന്നതാണ് ചോദ്യം. സത്യത്തിൽ മോദി മാറാൻ ആഗ്രഹിക്കുന്നു മോഹൻ ഭാഗവത് എന്നത് ഒരു വസ്തുതയാണ് എന്ന് പലരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്.
അതിന് 5 കാരണങ്ങൾ വേണമെങ്കിൽ നമുക്ക് എടുത്തു പറയാൻ കഴിയും. അതിലേറ്റവും പ്രധാനപ്പെട്ടത് RSSനെ സംബന്ധിച്ചിടത്തോളം ചില വളരെ അവരുടെ ഉള്ളടക്കത്തിലും അവരുടെ പ്രവർത്തനങ്ങളിലുമൊക്കെ വളരെ കാതലായ ചില വശങ്ങളുണ്ട്. ചില ഈത്തോസ് എന്ന് നമ്മൾ പറയാം, ചില പ്രിൻസിപ്പിൾസ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് രാഷ്ട്രം ആദ്യം, പാർട്ടി പിന്നീട്, അവനവൻ ഏറ്റവും ഒടുവിൽ. അതായത് നേഷൻ ഫസ്റ്റ്, പാർട്ടി നെക്സ്റ്റ് ആൻഡ് സെൽഫ് ലാസ്റ്റ് എന്നാണ്. അപ്പോൾ ഈ ഒരു സമീപനം നരേന്ദ്രമോദി എത്ര കണ്ട് പാലിച്ചിട്ടുണ്ട്, അഥവാ നരേന്ദ്രമോദി അത് നശിപ്പിക്കാൻ എത്ര കണ്ട് ശ്രമിച്ചിട്ടുണ്ട് എന്ന് നോക്കിക്കഴിഞ്ഞാൽ നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം ഈ മുദ്രാവാക്യത്തെ ഇങ്ങനെ നമുക്ക് മാറ്റി എഴുതാം: മോദി ഫസ്റ്റ്, മോദി നെക്സ്റ്റ് ആൻഡ് മോദി ലാസ്റ്റ്. അപ്പോൾ ഇതാണ് നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഭരണരീതി. തന്നെ പ്രൊജക്റ്റ് ചെയ്യുക എന്നതാണ് അദ്ദേഹം അന്തിമമായി ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് മറ്റെല്ലാ മുദ്രാവാക്യങ്ങളെക്കാളും മോദി ഗ്യാരണ്ടി, പാർട്ടി BJP ഗ്യാരണ്ടി എന്നോ അല്ലെങ്കിൽ RSS ഗ്യാരണ്ടി എന്നോ അല്ലെങ്കിൽ രാജ്യം തന്നെ ഗ്യാരണ്ടി എന്നോ മുന്നണി ഗ്യാരണ്ടി എന്നോ ഒന്നും പറയാതെ മോദി ഗ്യാരണ്ടി എന്ന വളരെ ഒരു ആത്മനിഷ്ഠമായ ഒരു മുദ്രാവാക്യം പ്രധാനമന്ത്രി മുന്നോട്ട് വെച്ചപ്പോൾ ഇത് മോഹൻ ഭാഗവതിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഒത്തുപോകാൻ കഴിയുന്ന ഒരു കാര്യമായിരുന്നില്ല. പലതവണ ഭാഗവതിൻ്റെ വാക്കുകളിൽ ഇത് വന്നിട്ടുണ്ട്. ഒരാളല്ല ക്ഷേത്രമുണ്ടാക്കിയത്, ഒരാളല്ല ഈ ഭരണപരമായ നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കിയത് എന്നതൊക്കെ അദ്ദേഹം ഒരുപാട് തവണ അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ ചിലരുടെയെങ്കിലും നിരീക്ഷണത്തിൽ അത് ഒരു ഭാഗത്ത് നരേന്ദ്രമോദി ഇങ്ങനെ ചെയ്യുക അദ്ദേഹത്തിൻ്റെ സ്വേച്ഛാധിപത്യത്തെ അംഗീകരിക്കാതിരിക്കാനൊന്നും RSSന് കഴിയില്ല. പക്ഷേ RSS ഞങ്ങൾ ഇതിനെ അംഗീകരിക്കില്ല എന്നൊരു തോന്നലുണ്ടാക്കാൻ മോഹൻ ഭാഗവതിലൂടെ ഇത് പറയുക കൂടി ചെയ്യുക എന്നൊരു തന്ത്രമാണ് സ്വീകരിക്കുന്നത് എന്നും പറയുന്നുണ്ട്. എന്തായാലും അതാണ് ഏറ്റവും ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, മോദിയെ സംബന്ധിച്ചിടത്തോളം RSSും BJPയും ഒന്നിനൊന്ന് എന്ന നിലയ്ക്കുള്ള ഒരു സമീപനം മാറുന്നു എന്നതാണ്. അതായത് RSS ഇല്ലാതെ BJP ഇല്ല എന്ന സമീപനം മോദി കൈക്കൊള്ളുന്നില്ല. BJPക്ക് തനിച്ച് ചില കാര്യങ്ങൾ ചിലപ്പോൾ ചെയ്യാൻ കഴിയും, അതായാലും കുഴപ്പമില്ല എന്നൊരു സമീപനം മോദി എടുക്കുന്നു എന്നതാണ്. RSS അവിടെയുണ്ട്, പക്ഷേ ഭരണം നടത്താനും അതിൻ്റെ തീരുമാനങ്ങളിലേക്ക് എത്താനും രാജ്യത്തെ മുന്നോട്ട് നയിക്കാനും BJPക്ക് തന്നെ കഴിയും, അല്ലെങ്കിൽ തനിക്ക് തന്നെ കഴിയുമെന്നൊരു സമീപനം അദ്ദേഹം സ്വീകരിച്ചിട്ടുണ്ട്. അത് ചില സന്ദർഭങ്ങളിൽ ചില മന്ത്രിമാരുടെ പ്രസ്താവനകളിൽ കൂടി പോലും പുറത്തു വന്നിട്ടുണ്ട്. JP നഡ്ഡ, BJPയുടെ ദേശീയ അധ്യക്ഷനായിരുന്ന JP നഡ്ഡ ഒരു പ്രസംഗത്തിൽ അത് വളരെ വ്യക്തമായി തന്നെ പറയുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇത് RSSൽ സൃഷ്ടിക്കുന്ന ഒരു അരക്ഷിത ബോധമുണ്ട്, പ്രത്യേകിച്ച് മോഹൻ ഭാഗവതിനെ സംബന്ധിച്ചിടത്തോളം. അത് 2018 മുതലൊക്കെയാണ് വളരെ ശക്തമാകുന്നത്. അത് 2024 വരെ വളരെ ശക്തമായി തന്നെ നീണ്ടു. പക്ഷേ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർ ആഗ്രഹിച്ച സീറ്റുകളിലേക്ക് എത്താൻ കഴിയാതെ വന്നപ്പോൾ BJP വീണ്ടും RSSന് റിപ്പോർട്ട് ചെയ്യുന്ന സമീപനം എടുക്കുകയും ചെയ്തു. ഇനി മൂന്നാമത്തെ പോയിന്റ്, അതായത് RSSലൂടെ വളർന്നു വന്ന പ്രധാനപ്പെട്ട നേതാക്കളെയൊക്കെ നരേന്ദ്രമോദി ഒരരികിലേക്ക് മാറ്റുന്നു എന്നതാണ്. പ്രധാനമായും പറയപ്പെടുന്ന പേരുകൾ നിതിൻ ഗഡ്കരി, ദേവേന്ദ്ര ഫഡ്നാവിസ് തുടങ്ങിയവരാണ്. നിതിൻ ഗഡ്കരി വളരെ സീനിയറായിട്ടുള്ള നേതാവായിട്ട് പോലും ഇപ്പോഴും അദ്ദേഹത്തിന് പ്രമുഖമായ ഒരു സ്ഥാനം പാർട്ടിയിലോ ഗവൺമെൻറ്റിനോ ഇല്ല എന്നത് വ്യക്തമാണ്. ദേവേന്ദ്ര ഫഡ്നാവിസ് ആവട്ടെ, അദ്ദേഹം മഹാരാഷ്ട്രയിൽ മുഖ്യമന്ത്രിയായി തിരിച്ചെത്തിയെങ്കിലും ഒന്നും തന്നെ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള തീരുമാനങ്ങൾ നടപ്പാക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല എന്നതാണ് വസ്തുത. അത് പലപ്പോഴും പലരിലൂടെയും വേണം അദ്ദേഹത്തിന് തീരുമാനങ്ങളിലേക്ക് എത്താൻ എന്നതാണ് മഹാരാഷ്ട്രയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ. അതേസമയം നരേന്ദ്രമോദി ഉയർത്തിക്കൊണ്ടുവന്ന ചില പുതുമുഖങ്ങളുണ്ട്. ചിലപ്പോൾ മറ്റു പാർട്ടികളിൽ നിന്ന് കടന്നു വന്നവരാവാം. ഹേമന്ത് ബിശ്വാസ് ശർമ്മയെ പോലെ അസം മുഖ്യമന്ത്രി, അതുപോലെ തന്നെ അശ്വിനി വൈഷ്ണവ്, ഇങ്ങനെ തുടങ്ങിയ ചില നേതാക്കളെയാണ് ഹീറോസായി ഉയർത്തിക്കൊണ്ടുവരാൻ നരേന്ദ്രമോദി ആഗ്രഹിക്കുന്നത്. ഇത് RSSനെ സംബന്ധിച്ചിടത്തോളം അത്ര രസിക്കുന്ന കാര്യമല്ല. നാലാമത്തെ വിഷയം അഴിമതിയാണ്. അഴിമതി വ്യാപകമാണ് രാജ്യത്ത് എന്ന ആരോപണം നിലനിൽക്കുന്നില്ലെങ്കിൽ തന്നെയും അഴിമതി ഇല്ലാതായിട്ടില്ല എന്ന സാഹചര്യം കഴിഞ്ഞ ഒരു ദശകം കൊണ്ട് ഉണ്ടായിട്ടുണ്ട്. അതിൽ പ്രത്യേകിച്ച് ഇലക്ട്രൽ ബോണ്ട് പോലുള്ള വിഷയങ്ങളിലൂടെ BJP തന്നെ സമാഹരിച്ച പണത്തിൻ്റെ കണക്ക് RSSനെ അസ്വസ്ഥമാക്കുന്നുണ്ട്. അഞ്ചാമത്തെ വിഷയം മോദിയുടെ തന്നെ ജനപ്രീതിയിൽ വന്നുകൊണ്ടിരിക്കുന്ന ഇടിവാണ്. ഇത് കണക്കുകൾ കൊണ്ട് മാത്രം നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമാണ്. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് 282 സീറ്റ്, 2019 303 സീറ്റ്, 2024 നേരെ കുത്തനെയിടിഞ്ഞ് 240 എത്തിയിരിക്കുന്നു.
അതിനി ഒരുപാട് കാലമൊന്നും മുന്നോട്ട് പോകുന്ന രീതിയിലായിരിക്കണമെന്നില്ല, അല്ലെങ്കിൽ ഒരുപക്ഷെ വീണ്ടും 300-ലധികത്തിലേക്ക് കടന്നു വരാനുള്ള സാഹചര്യമൊക്കെ വളരെ വിരളമാണ് എന്നാണ് RSS വിലയിരുത്തുന്നത്. അടുത്ത 3 വർഷം കൊണ്ട് ഒരു പുതിയ മുഖം വളർത്തിയെടുക്കാൻ കഴിയുമോ? അല്ലെങ്കിൽ വലിയ തോതിലുള്ള ഒരു ഭരണവിരുദ്ധ വികാരം അടുത്ത തിരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ നേരിടേണ്ടി വരും എന്ന് തന്നെയാണ് RSS കണക്ക് കൂട്ടുന്നത്. അതുകൊണ്ട് മോദിയുടെ മുഖം തന്നെ വീണ്ടും മുന്നോട്ട് വെച്ചുകൊണ്ട് അടുത്ത ഒരു തിരഞ്ഞെടുപ്പിനെ നേരിടാൻ കഴിയുമോ എന്ന വിഷയം ചേർന്ന് കിടക്കുന്നത് മറ്റൊരു കാര്യവുമായിട്ടാണ്. അതാണ് നമ്മൾ മൂന്നാമത്തെ നിർണായക തീയതിയായി കാണുന്നത്. സെപ്റ്റംബർ 27. RSSന് 100 വയസ്സാകുന്നു. വിജയദശമി ദിനത്തിലാണ് ജന്മദിനം ആഘോഷിക്കുക. ആ നിലയ്ക്ക് ഈ വർഷം അത് ഒക്ടോബർ 2-നാണ് എന്ന് മാത്രം. ഈ ദിനത്തിൻ്റെ പ്രത്യേകത ഒരു 100 കൊല്ലത്തെ പദ്ധതി എന്ന് സംഘടനകൾ ആകെ അറിയപ്പെടുന്ന ബിഗ് പ്രോജക്റ്റ്, അതാണ് ഹിന്ദു രാഷ്ട്രം. അതെന്തൊക്കെയായാലും ആ പ്രഖ്യാപനം ഈ വർഷം നടക്കില്ല എന്ന സ്ഥിതിയായിട്ടുണ്ട്. പ്രത്യേകിച്ച് പാർലമെൻറ്റിലെ അംഗസംഖ്യ തന്നെയാണ് തടസ്സം. ഭരണഘടനാ ഭേദഗതിക്ക് ആവശ്യമായ 3/2 ഭൂരിപക്ഷം അവർക്കില്ല എന്നത് തന്നെയാണ്. അപ്പോൾ അടുത്ത വട്ടമെങ്കിലും അത് നടപ്പാക്കിയിരിക്കുക എന്നത് RSSനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ്. അതിലേക്കുള്ള നേതാവാണ്, അതാണ് ചോദ്യം. അപ്പോൾ നരേന്ദ്രമോദി മാറിയാൽ അത് മറ്റൊരു നേതാവിലേക്ക് എത്താൻ കഴിയുമോ എന്നതാണ് ഈ വിഷയത്തിൽ RSS, അല്ലെങ്കിൽ നരേന്ദ്രമോദി തുടരണോ വേണ്ടയോ എന്ന വിഷയത്തിൽ RSS 2 തട്ടിലാണ് എന്നതും രാഷ്ട്രീയ ഉപശാലകളിലുള്ള വിവരമാണ്. സുദർശൻ്റെ കാലത്തെ പോലെയല്ല. 2ാം സ്ഥാനക്കാരനായ ദത്താത്രേയ ഹൊസബാലയ്ക്ക് മോദിയോടാണ് അടുപ്പം. അപ്പോൾ സർക് സംഘാലക് പദവിയിലിരിക്കുന്ന മോഹൻ ഭാഗവതിനേക്കാളും അടുത്ത അധികാരം കൈമാറപ്പെടാൻ സാധ്യതയുള്ള ഹൊസബാലയുടെ അടുപ്പം വളരെ പ്രധാനമായി മാറുന്നു. അധികാരം കൈമാറുകയാണെങ്കിൽ തന്നെ അതിനി ആർക്കാണ്? തൊട്ടടുത്ത സ്ഥാനത്തുള്ള കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായ അമിത്ഷായ്ക്ക് കൈമാറുമോ? സാധ്യത വളരെ കുറവാണ്. സംഘിൻ്റെയോ പാർട്ടിയുടെയോ വലിയ പിന്തുണ ഇക്കാര്യത്തിൽ അമിത്ഷായ്ക്കില്ല. മാത്രവുമല്ല, ഈ ഗവൺമെൻറ്റുകളുടെ ഭാഗമായി നിന്ന അമിത്ഷാ പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്നുകൊണ്ട് ഒരു തിരഞ്ഞെടുപ്പിനെ നേരിട്ടാൽ ഭരണവിരുദ്ധ വികാരത്തെ പൂർണ്ണമായി ഇല്ലാതാക്കാൻ കഴിയില്ല എന്നും ഉറപ്പാണ്. ഈ സാഹചര്യത്തിലാണ് നരേന്ദ്രമോദിയുടെ തുടർ പ്രസക്തി. സംവിധാനങ്ങളെ തന്നെ പൊളിച്ചെഴുതുന്ന മോദി എന്നൊരു മറ്റൊരു പ്രത്യേകത ഈ വിഷയത്തിൽ RSS മോദിയിൽ കാണുന്നുണ്ട് എന്ന് പറയാതെ വയ്യ. ന്യൂനപക്ഷങ്ങളെ നേരിടുക, ന്യൂനപക്ഷങ്ങൾക്കെതിരായ പദ്ധതികൾ നടപ്പാക്കുക എന്നത് മാത്രമല്ല, ഫാസിസ്റ്റ് വൽക്കരണത്തിൻ്റെ അല്ലെങ്കിൽ ഹിന്ദുരാഷ്ട്ര സ്ഥാപനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വശം എന്ന് RSS മനസ്സിലാക്കുന്നുണ്ട്. അതിന് ഘടനാപരമായ പൊളിച്ചെഴുത്തുകൾ ആവശ്യമാണ്. പ്രേംശങ്കർ ഝാ എന്ന മുതിർന്ന മാധ്യമപ്രവർത്തകൻ്റെ ഏറ്റവും പുതിയ പുസ്തകത്തിൽ ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന് 2 ആഴ്ചകൾക്കകം 14 ദിവസത്തിനകം തന്നെ എല്ലാ മന്ത്രാലയത്തിൻ്റെയും പ്രവേശന കവാടത്തിൽ ക്യാമറ വെച്ചു. അതുപോലെ തന്നെ മാധ്യമപ്രവർത്തകർക്കുള്ള PIB കാർഡ് ഇല്ലാതാക്കി. നെഹ്റു ഏർപ്പെടുത്തിയ സംവിധാനമാണിത്. പ്രത്യേകിച്ച് ഉദ്യോഗസ്ഥരും ജനങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ സുഗമമാക്കാൻ വേണ്ടി നടത്തിയതായിരുന്നു. അതില്ലാതാക്കി. രണ്ടാമത്തെ കാര്യം, എല്ലാ മന്ത്രിമാരും ഉദ്യോഗസ്ഥരും ഓരോ മാസവും BJPയുടെ പ്രതിനിധികളെ കണ്ട് പ്രവർത്തനം വിശദീകരിക്കണം. അതായത് ഭരണം നടത്തിയാൽ പോരാതെ BJPക്ക് ബോധ്യപ്പെടണം. മൂന്നാമത്തെ കാര്യം, ദൃശ്യമാധ്യമങ്ങളെ, അതായത് പ്രത്യേകിച്ച് എതിർക്കുന്ന ദൃശ്യമാധ്യമങ്ങളെ ഇല്ലാതാക്കൽ എന്ന് NDTVയോട് ചെയ്തത് ഇതാണ്, നമുക്കറിയുന്ന കാര്യമാണ്. നാലാമത്തെ വിഷയം, ജുഡീഷ്യറിയെ സ്വന്തമാക്കുക എന്നതാണ്. അതാണ് മറ്റൊരു ടാർഗറ്റ്. ജുഡീഷ്യറിയിൽ നിന്ന് വിരമിക്കുന്നവർക്ക് ഇഷ്ടം പോലെ വാഗ്ദാനങ്ങൾ നൽകുക എന്നത്. അത് കേരള ഗവർണറായി ജസ്റ്റിസ് P സദാശിവം വന്നത് മുതൽക്ക് ഇങ്ങ് രഞ്ജൻ ഗൊഗോയിയുടെ രാജ്യസഭാ സ്ഥാനം വരെ നീണ്ടുകിടക്കുന്നു. അഞ്ചാമത്തെ കാര്യം, സൃഷ്ടിച്ച കീഴ്വഴക്കങ്ങളാണ്. അതായത് പ്രധാനമന്ത്രി എന്ന നിലയിൽ നരേന്ദ്രമോദി ഒരിക്കൽ പോലും വാർത്താ സമ്മേളനം നടത്തിയിട്ടില്ല. ജനങ്ങളുമായി അദ്ദേഹത്തിന് നേരിട്ട് യാതൊരു ബന്ധവുമില്ല. മാധ്യമപ്രവർത്തകരുമായി ചോദ്യോത്തരങ്ങൾ എന്നൊരു ശൈലിയിലേക്ക് അദ്ദേഹം വന്നിട്ടേയില്ല. മറ്റൊന്ന്, ദേശീയ വികസന കൗൺസിൽ, നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ ഇല്ലാതാക്കി. കേന്ദ്ര സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ബന്ധത്തിലെ ഒരു പ്രധാന കണ്ണിയായിരുന്നു അത്. വിഷയങ്ങൾ ചർച്ച ചെയ്യാവുന്ന വേദി, അത് മുറിഞ്ഞു. ഏഴാമത്തെ കാര്യം, ആസൂത്രണ കമ്മീഷനെ ഇല്ലാതാക്കി എന്നതാണ്. പകരം നിതി ആയോഗ് കൊണ്ടുവന്നു. പ്രത്യക്ഷത്തിൽ മാറ്റമൊന്നുമില്ല, അതേ കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത്, അതേ ഉദ്യോഗസ്ഥർക്കാണ് ജോലി. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആസൂത്രണ കമ്മീഷൻ ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രധാന ദൗത്യം
നിതി ആയോഗ് നിർവഹിക്കുന്നില്ല. സംസ്ഥാനങ്ങൾക്കുള്ള വാർഷിക ആസൂത്രണ വിഹിതം അത് നിശ്ചയിക്കുന്ന ജോലിയാണ് ആസൂത്രണ കമ്മീഷൻ ചെയ്തുകൊണ്ടിരുന്നത്. അത് മാറ്റി പ്രധാനമന്ത്രി അത് നേരിട്ട് ഏറ്റെടുക്കുകയാണ് ചെയ്തത്. ഈ പണികൾ ചെയ്യാനും എല്ലാ കാലത്തേക്കുമായി അധികാര കേന്ദ്രീകരണം നടപ്പാക്കാനുമുള്ള വഴികൾ ഒരുക്കുന്ന നരേന്ദ്രമോദി, അയാളല്ലാതെ ആരാണ് ഇന്ത്യയെ ഹിന്ദുരാഷ്ട്രമാക്കുന്ന അന്തിമ പ്രഖ്യാപനം നടത്താൻ അർഹൻ? അതിനാൽ നിർണായകമായ സെപ്റ്റംബർ വന്നുപോകും. അത് കഴിഞ്ഞ് ഒക്ടോബർ 2-ന് ഏത് പ്രത്യയശാസ്ത്രത്തിനെതിരായ പോരാട്ടമാണോ മഹാത്മാഗാന്ധിയെ രക്തസാക്ഷിയാക്കിയത്, അതേ പ്രത്യയശാസ്ത്രക്കാരുടെ 100ാം വിജയ വാർഷിക ദിവസത്തിൽ രാജ്യം ഗാന്ധി ജയന്തി ആഘോഷിക്കും. ഓർമ്മയാണ് പ്രതിരോധമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചു.